പണി, മുറ എന്നീ കഴിഞ്ഞ 10-20 ദിവസങ്ങൾക്കിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ 2 മലയാളം സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തേത് ജോജി ജോർജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് നായകനെത്തിയ പണി എന്ന ത്രില്ലർ സിനിമയുടെ കളക്ഷനാണ്. ചിത്രത്തിന് 3ാമത്തെ ഞായറാഴ്ച കേരളത്തിൽ കളക്ഷൻ വർധന നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ശനിയാഴ്ച ഇതേ സമയം 19 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 29 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് 18ാം ദിവസം കേരളത്തിൽ ഞായറാഴ്ച ദിവസം 60 ലക്ഷത്തിലേറെ കേരളത്തിൽ മാത്രം ഗ്രോസ് കളക്ഷൻ വരുന്നതാണ്. സിനിമയുടെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 21 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അതേസമയം പണി എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നത്തോടെ 36-37 കോടി റേഞ്ചിലേക്കും എത്തുന്നതാണ്. ചിത്രം നേരത്തെ തന്നെ തിയേറ്ററുകളിലെ വിജയമായി മാറിയ മലയാളം ത്രില്ലർ സിനിമ കൂടിയാണ്. അപ്പോൾ കാത്തിരിക്കൂ പണിയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ നല്ല അഭിപ്രായങ്ങൾ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നേടിയെടുത്ത ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ മുറ. മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത കപ്പേളിക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ പോസിറ്റീവ് തന്നെ തിയേറ്ററുകളിൽ ലഭ്യമായ സുരാജ് വെഞ്ഞാറമൂടിന്റെ മുറ എന്ന സിനിമയ്ക്ക് ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് മികച്ചൊരു വേൾഡ് വൈഡ് കളക്ഷൻ വരുന്നുവെന്നാണ് സിനിമയുടെ 2 ദിവസത്തെ യഥാർത്ഥ കേരള കളക്ഷനിൽ നിന്നും 3 ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനിൽ നിന്ന് വ്യക്തമാകുന്നത്. 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 50 ലക്ഷത്തിലേറെ ഗ്രോസ് നേടിയെടുത്തുവെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 80 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡ് ഗ്രോസ് അങ്ങനെ 1 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുറ എന്ന സിനിമയ്ക്ക് ഡീസന്റ് തുടക്കം കേരളത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഹൈപ്പില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ എന്നാൽ പോസിറ്റീവ് ലഭ്യമായ മലയാളം സിനിമ കൂടിയാണ് മുറ. കാത്തിരിക്കൂ സുരാജിന്റെ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.